തിരുവല്ലയിൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അയിരൂർ സ്വദേശിയായ യുവതി ഗുരുതരാവസ്ഥയിലാണ്. പ്രണയനൈരാശ്യം കാരണമാണ് തീ കൊളുത്തിയത് എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. അനന്തു രാമേന്ദ്രൻ വിവരങ്ങൾ നൽകും. അനന്തു, എന്താണ് സംഭവിച്ചത്? തിരുവല്ലയിൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അയിരൂർ സ്വദേശിയായ യുവതി ഗുരുതരാവസ്ഥയിലാണ്. ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ പ്രണയനൈരാശ്യമാണ് തീ കൊളുത്താൻ കാരണമെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. അനന്തു വിവരങ്ങൾ നൽകും. അനന്തു, എന്താണ് സംഭവിച്ചത്? അരുൺ, രാവിലെ 9:10 തിരുവല്ലയിൽ യുവാവ് തീ കൊളുത്തിയത്. 60% പൊള്ളലേറ്റ യുവതിയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രണയനൈരാശ്യമാണ് തീ കൊളുത്തിയതിന് വേണ്ടി പ്രതി പറയുന്നത്. ഇപ്പോൾ പ്രതി പോലീസ് കസ്റ്റഡിയിലാണ്. അയിരൂർ സ്വദേശിയായ യുവതിയാണ് കുമ്പനാട് സ്വദേശി അജിൻ തീ കൊളുത്തിയത്. പ്രണയനൈരാശ്യമാണെന്ന് പോലീസിനോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ 60% പൊള്ളലേറ്റ യുവതി ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. പ്രണയാഭ്യർത്ഥന പെൺകുട്ടി നിഷേധിച്ചതിൽ പ്രകോപിതനായാണ് പ്രതി പെൺകുട്ടിക്ക് മേൽ പെട്രോൾ ഒഴിച്ചത്. 2 കുപ്പി പെട്രോളുമായാണ് പ്രതി തിരുവല്ലയിൽ രാവിലെ എത്തിയത്. അതിൽ നിന്ന് 1 കുപ്പി തുറന്ന് പെട്രോൾ ഒഴിക്കുകയും പിന്നീട് തീയിടുകയും ചെയ്യുകയായിരുന്നു. നാട്ടുകാർ കൂടി തീ അണച്ചതിന് ശേഷമാണ് യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആ സമയം കൊണ്ട് തന്നെ 60% പൊള്ളൽ യുവതിക്കേറ്റു. അതിനു മുൻപ് വയറ്റിൽ ഈ പ്രതി ആ യുവതിയെ കുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് പോലീസ് കസ്റ്റഡിയിലാണ് യുവാവ്. ഗുരുതരമായി തീപ്പൊള്ളലേറ്റ യുവതി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അത്യാഹിത നില തരണം ചെയ്തിട്ടില്ല എന്നാണ് ഡോക്ടർമാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അല്പസമയം കൂടി കഴിയുമ്പോൾ മാത്രമേ കൃത്യമായ കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുകൂടി വ്യക്തമാകേണ്ടതുള്ളൂ. അരുൺ, അതായത് ഈ പെൺകുട്ടി അനന്തു അപകടനില തരണം ചെയ്തിട്ടില്ല, ഗുരുതരാവസ്ഥയിൽ തന്നെയാണോ? തീർച്ചയായും അരുൺ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വയറ്റിൽ ഈ പ്രതി യുവതിയെ കുത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് കയ്യിലെ പെട്രോൾ ഉപയോഗിച്ച് തീ ഇട്ടത്. 60% പൊള്ളലേൽക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യം. ഇപ്പോൾ ഡോക്ടർമാരിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരം അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. വലിയൊരു ആൾക്കൂട്ടം തിരുവല്ലയിൽ ഓടിക്കൂടുകയും അവർ തീ അണയ്ക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പോലീസ് എത്തിയത്. അതിനുശേഷം ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. രാവിലെ തിരുവല്ലയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ പഠിക്കാൻ വേണ്ടിയാണ് യുവതി എത്തിയത്. ആ യുവതി എത്തുന്നത് കൃത്യമായി പ്ലാൻ ചെയ്ത് അവരെ ആക്രമിക്കുന്ന ഒരു മുൻധാരണ കൂടി തന്നെയാണ് പ്രതി എത്തി അവിടെ കാത്തുന്നത്. യുവതി ബസ് ഇറങ്ങി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്ന സമയത്തായിരുന്നു പ്രതി വയറ്റിൽ ആദ്യം കുത്തിയത്. അതിനുശേഷമാണ് കരുതിയിരുന്ന മണ്ണെണ്ണ ഉപയോഗിച്ച് തീയിട്ടത്. അരുൺ, അനന്തു രാമേന്ദ്രൻ വിവരങ്ങൾ നൽകിയത്.